അങ്ങനെ തലേ ദിവസം ചെയ്ത് ഡാൻസിങ് മാനിയുടെ സ്റ്റീൽ മോഡലൊക്കെ ഞാൻ കോളേജിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഗോസ്റ്റേഴ്സിന്റെ മുന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വേണമെന്ന് മിസ്സും ഫ്രണ്ട്സൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊരു ഐഡിയ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ബാക്കി സ്റ്റിൽ മോഡലിന്റെ വർക്കും കാര്യങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടോ, അവരോട് ചെയ്യാൻ തന്നു. കുറച്ച് കളറിങ്ങും പിന്നെ അവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അടുത്ത വർക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് റെഫറൻസ് ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിയപ്പോൾ എനിക്കൊരു ജോക്കറിന്റെ ഫേസ് ആണ് ആദ്യമായിട്ട് മൈൻഡിൽ വന്നതും റെഫറൻസിൽ ഇഷ്ടമായതും. ഞാൻ കുറച്ച് ക്രീപ്പി ആയിട്ട് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അത്യാവശ്യം കണ്ണും പിന്നെ ഫേസും ഹെഡിന്റെ ഭാഗമൊക്കെ ഞാൻ കുറച്ച് ക്രീപ്പി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്ട് ചോക്കറിന്റെ പോലെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു ഫേസ് ഒരു സ്കള് പോലെ ഒട്ടിച്ചു. എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഗമ്മും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടൊക്കെയാണ് ഈ ഒരു ഫേസ് ഇതേപോലെ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ പല്ലിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാർഡ്ബോർഡ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഫുള്ള് കളർ കൊടുത്ത് ഒരു ഹൊറർ ഫീലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് അതിന്റെ ഒരു ഹെയർ വെക്കണമെന്നുണ്ടായിരുന്നു. കുറേ തപ്പിയിട്ട് എനിക്ക് ഹെയറിന്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ഹെയറിന് എക്സാക്ട് സാധനങ്ങളും അപ്പം എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ ഞാൻ താഴേക്ക് വെറുതെ ഒന്ന് വന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ജൂനിയേഴ്സ് അവിടെ വേറൊരു ആവശ്യത്തിന് വേണ്ടി മുറിച്ചിട്ട് ബാക്കി വന്ന കുറച്ച് കയറിൻ്റെ കഷ്ണങ്ങൾ കാണുന്നത്. അപ്പോൾ ആ കഷ്ണം എന്ന് പറയുന്നത് എക്സാക്ട് എൻ്റെ ആ ഒരു ഹെയർ വെക്കേണ്ട അതേ സൈസും ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു കയർ എടുത്തിട്ട് 2 പാർട്ടാക്കിയിട്ട് ഈ ഗോസ്റ്റിൻ്റെ 2 ചെവിയുടെ ഭാഗത്തും അവരുടെ ഹെയർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് എനിക്കൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടിയത്. അപ്പം ഇതാണ് നമ്മുടെ ഗോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ പറയാം. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഗോസ്റ്റിന്റെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് കണ്ടപ്പോൾ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ പറയാം. ഇതൊക്കെ നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വരുന്ന കോസ്റ്റേഴ്സിന് ഇറങ്ങി വരുന്ന കുട്ടികളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. എക്സ്പോ ഒക്കെ കഴിഞ്ഞ് ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോക്കർ അല്ലെങ്കിൽ ഗോസ്റ്റ് ഫേസിന്റെ ഒരു ജേർണി. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.